ഞാൻ നിഖില് പറഞ്ഞിട്ട് വരുന്ന. ആ, ഞാൻ ഭാനുമതി, ഒരു നോവലിസ്റ്റാണ്. അറിയാം, ഞാൻ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. അഭിഷേക്. സി അഭിഷേക്, നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകളാണ്. ഞാൻ ഇതുവരെ ജീവിതത്തിൽ ആരെയും പ്രേമിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പ്രണയത്തെ പറ്റി ഒന്നും അറിയില്ല. ഓ, സോ സാഡ്. അഭിഷേക് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ഇഷ്ക് ബിനാ ക്യാ ജീനാ യാര എന്നാണല്ലോ. ഗുഡ്. അഭിഷേകിനെ ഒരാളുടെ സഹായമാണ് എനിക്കിപ്പോൾ ആവശ്യം. എൻ്റെ അടുത്ത നോവൽ ഒരു പ്രണയകഥയാണ്. അത് എഴുതാൻ വേണ്ടി എനിക്കൊരാളെ പ്രണയിക്കണം. അല്ല, മേഡം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. സി അഭിഷേക്, തനിക്ക് എൻ്റെ കാമുകനാകാൻ പറ്റുമോ? അല്ല, അങ്ങനെ ചോദിച്ചാ വെറുതെ വേണ്ട. താൻ എനിക്ക് വേണ്ടി എടുക്കുന്ന ടൈം, തരുന്ന സ്നേഹം, എടുക്കുന്ന എഫേർട്സ് എല്ലാത്തിനും ഞാനൊരു റെമ്യൂണറേഷൻ തരും. ഒരു ഫുൾ ടൈം പെയ്ഡ് ജോബ്. അല്ല മേഡം, എനിക്കങ്ങനെ പ്രൊഫഷണലായിട്ട് പ്രേമിക്കാനൊന്നും അറിയില്ല. ഓക്കെ, തനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. അല്ല, പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മളിപ്പോൾ ജസ്റ്റ് പരിചയപ്പെട്ടു, പേര് പറഞ്ഞു, ഇനി ഇങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെയാണല്ലോ പ്രേമിക്കാറ്. ആവോ, എനിക്കറിയില്ല, ഞാൻ ആരെയും പ്രണയിച്ചിട്ടില്ലല്ലോ. അത് പ്രേമിക്കാത്തതുകൊണ്ട് ഇതിനൊരു കുറച്ച് ടൈം എടുക്കും, നമുക്ക് സെറ്റാക്കാം. ഓക്കെ. പിന്നെ ഈ റെമ്യൂണറേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുമായിരിക്കില്ലേ? അഡ്വാൻസ് എന്തെങ്കിലും വേണോ? അല്ല, ജസ്റ്റ് ഞാൻ ചോദിച്ചെന്നുള്ളൂ, വേണ്ട. ഓക്കെ. പിന്നെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. എൻ്റെ നോവലിനുള്ള കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രണയം അവിടെ തീരും. പിന്നെ നോ മോർ പേഴ്സണൽ കമ്മിറ്റ്മെന്റ്സ്. ഒരു ഹാർട്ട് ബ്രേക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ ഇത് പറയുന്നത്. ഓക്കെ ബാനു. ബാനു? അല്ല, നമ്മൾ പ്രേമിക്കുകയാണല്ലോ, അപ്പം മേഡം. ഓ, ഓക്കെ. നോർമലി തക്കുടു, ഷുട്ടു, വാവ അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അതെന്തായാലും വേണ്ട, ഭാനുമതി, അത് മതി. മതി, അത് മതി. ഹലോ ബാനു, ഉറങ്ങിയായിരുന്നോ? ഇല്ല, കിടന്നില്ല, വായിക്കുമായിരുന്നു. എന്ത് പറ്റി? എന്താ ഈ നേരത്ത്? അല്ല, എഗ്രിമെന്റ് പ്രകാരം നമ്മളിപ്പോൾ ലവേഴ്സ് ആണല്ലോ, അതുകൊണ്ട് ഒന്നുമില്ല, ഞാൻ അങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞിരിക്കാൻ വേണ്ടി വിളിച്ചതാ. ഈ നേരത്തോ? 12 മണിയല്ലേ ആയിട്ടുള്ളൂ, നേരം നമ്മൾ കഴിഞ്ഞ് ഒരുപാട് സമയമുണ്ടല്ലോ. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു എന്നല്ലാതെ ഒരു സോൾ ടു സോൾ കണക്ഷൻ ആവണ്ടേ? അതിന് എനിക്ക് ബാനുവിൻ്റെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളെ കുറിച്ചൊക്കെ അറിയണം. എൻ്റെ എന്ത് ഇഷ്ടങ്ങൾ? ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡ്, ഇഷ്ടപ്പെട്ട സിനിമ, പാട്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? എനിക്ക് മനസ്സിലായില്ല. അഭിഷേക് എന്താ ഉദ്ദേശിക്കുന്നത്? കാരണം ഈ അഭിഷേക് എന്ന് വിളിക്കണമെന്ന് ഒഴിവാക്കാൻ പറ്റുമോ? അബി എന്ന് വിളിച്ചാൽ മതി. അഭിഷേക് എന്നൊക്കെ വിളിക്കുമ്പോൾ എന്തോ ഭയങ്കര ഡിസ്റ്റൻസ് ഉള്ള പോലെ. ഓക്കെ, അബിക്ക് ഇപ്പം എന്താ അറിയണ്ടേ? എനിക്ക് ബാനുവിൻ്റെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളെ കുറിച്ചൊക്കെ അറിയണം. ഇപ്പോൾ ഉദാഹരണത്തിന്, ബാനു ഇളയരാജ ഫാനാണോ അതോ എ റഹ്മാൻ ഫാനാണോ? ഫാസ്റ്റ് നമ്പേഴ്സ് ആണോ മെലഡി ആണോ കൂടുതൽ ഇഷ്ടം? ഇതിൻ്റെ ഉത്തരം നല്ലോണം ആലോചിച്ച് ഞാൻ നാളെ പറഞ്ഞാൽ മതിയോ? മതി. അതെന്താ, ഇപ്പോൾ ബിസിയാണോ? കുറച്ച് എഴുതാനുണ്ട്, പിന്നെ ഉറങ്ങണം. ഓക്കെ, എഴുത്ത് കിടക്കട്ടെ, ഞാൻ നാളെ വിളിക്കാം. ഓക്കെ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ജാടത്തിണ്ടി ഗുഡ് നൈറ്റ് പോലും പറഞ്ഞില്ല. ഇതൊക്കെ എങ്ങനെ പ്രേമിക്കാനാണ്? അൺറൊമാൻറ്റിക് മൂരാച്ചി. ഹലോ. ഹലോ, അഭിഷേക് ഇന്ന് ഫ്രീ ആണോ? ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അഭിഷേക് PS, അതാണ് എൻ്റെ ഫുൾ നെയിം. ബാനു വേണമെങ്കിൽ അങ്ങനെ വിളിച്ചോട്ടോ. ഓ, ഐ എം റിയലി സോറി, ഞാൻ മറന്നു. അഭിഷേക് എന്ന് വിളിക്കുമ്പോൾ ഒരു അറ്റാച്ച്മെന്റ് ഇല്ല, അബി എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. സോറി, ഞാൻ മറന്നോണ്ടാ, എനിക്കിതൊന്നും ശീലമില്ലല്ലോ. അബി ഇന്ന് ഫ്രീ ആണോ? ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? എപ്പോ? 10 മണി. 10 മണി ഓക്കെയാണോ? സ്ഥലം? 2 hours later. ഹായ്. അബി 7 മിനിറ്റ് ലേറ്റ് ആണ്. സമയത്തിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ചും കൂടെ ഒക്കെ സ്ട്രിക്റ്റ് ആണ്. യു ഷുഡ് ബി പങ്ക്ച്വൽ. അതെ, ഞാനിവിടെ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വന്നതല്ല, പ്രേമിക്കാൻ വന്നതാ. പ്രേമത്തിൽ എവിടെയാണ് പങ്ക്ച്വാലിറ്റി ഉള്ളത്? തൻ്റെ ഉള്ളിൽ എന്നോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ 7 അല്ല 70 വർഷം വേണമെങ്കിലും താൻ എന്നോട് കാത്തിരിക്കും. അല്ല, ഇങ്ങനെ ദേഷ്യപ്പെടാൻ വേണ്ടിട്ട് ഇവിടെ എന്താ സംഭവിച്ചത്? ഇതൊക്കെ തന്നെ റൊമാൻസിന്റെ ബേസിക്സ് പോലും ബാനുവിന് അറിയില്ല. ഞാൻ ഇന്നലെ രാത്രി ബാനുവിനെ ഫോണിൽ വിളിച്ചായിരുന്നോ? ആ, വിളിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? ചോദിച്ചു, എ റഹ്മാനാണോ ഇളയരാജനാണോ ഇഷ്ടം? എന്നിട്ട് എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. അതുകൊണ്ടോ? അല്ല, അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാനു പറഞ്ഞാലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതൊക്കെ അബി എന്തിനാ അറിയുന്നേ? ശരി, അപ്പൊ ഞാനതൊന്നും അറിയണ്ട. എഗ്രിമെന്റ് ആണെങ്കിലും നമ്മളിപ്പോ കാമുകന്മാരാണ്. ഫോണിൽ വിളിച്ചാൽ സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാമുകി. എനിക്കറിയില്ല അത് എങ്ങനെ വർക്കൗട്ട് ആവുന്നു.
ബാനുവിനറിയോ, ലോകം മുഴുവനും കൂർക്കാൻ വലിച്ചു കിടന്നുറങ്ങുമ്പോഴും നേരം വെളുക്കുന്നവരെ ഫോണിൽ വിളിച്ചോണ്ടിരിക്കാനുള്ള ഒരു ഭ്രാന്തുണ്ടല്ലോ, ആ ഭ്രാന്തിന്റെ പേരാണ് പ്രേമം. ഇത്രയും നേരമൊക്കെ സംസാരിക്കാൻ എന്തെങ്കിലും ടോപ്പിക് വേണ്ടേ? ടോപ്പിക്കാ? ആ, എന്തെങ്കിലും ഒരു വിഷയം വേണ്ടേ സംസാരിക്കാൻ? പ്രേമിക്കുന്നവർക്ക് പറയാനാണോ കഥകളില്ലാത്തത്? സോറി, ഞാൻ ഇത്തിരി ഇമോഷണൽ ആയിപ്പോയി. ഒരു ടോപ്പിക് ഇല്ലാത്തതൊന്നും പ്രേമത്തിലൊരു വിഷയമേ അല്ല. നമ്മൾ ആദ്യം ഫോൺ എടുക്കും, വിളിക്കും, എന്നിട്ട് ആദ്യം എന്തെടുക്കുക, എന്തെങ്കിലും കഴിച്ചു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചോദിക്കും. എന്നിട്ടൊരു ഫ്ലോയിൽ അങ്ങനെ പോകും. കുറേ നേരം സംസാരിക്കുമ്പോൾ ഒരു ടോപ്പിക്ക് തീരും, അപ്പോൾ ഒരു പോസ് വരും. അപ്പൊ എന്ത് ചെയ്യും? അപ്പോഴാണ് നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത്, വേറെന്താ. വേറെന്താ? യെസ്, വേറെന്താ, പിന്നെന്താ, പറ, നീ പറ. അങ്ങനെ ഒരു ടോപ്പിക്കിൽ നിന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് അതങ്ങനെ നീണ്ടു പോകും. ചിലപ്പോൾ ഉറക്കമൊക്കെ വരും, എന്നാലും ഫോൺ വെക്കാൻ തോന്നില്ല. നമ്മളങ്ങനെ വിളിച്ച് അങ്ങോട്ട് നേരം വിളിക്കും. വല്ലാത്തൊരു ജീവിതം തന്നെ. ഹായ് നിഖിൽ. ഓ ഹായ്. ഹായ്. കുറെ നേരം എത്തിയിട്ട് എനിക്ക് കുറച്ച് ലേറ്റ് ആയിപ്പോയി, സോറി. ഹേ ഇറ്റ്സ് ഓക്കെ. ഞാൻ ഇതുവഴി ജസ്റ്റ് പാസ് ചെയ്തപ്പം അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി കയറിയതാ. എന്തായി നമ്മുടെ എഴുത്തൊക്കെ എന്തായി? ഇറ്റ്സ് ഗോയിങ് വെൽ. ഏകദേശം പകുതി ആവാറായി. ഓ ഗുഡ്. നമ്മുടെ ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പം ഒന്ന് അറിയിക്കണം കേട്ടോ. അല്ല, ഈ ഇയർ എൻഡിങ് തന്നെ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല നമുക്ക്? ഐ ഹോപ്പ് സോ. ബൈ ദ വേ, നമ്മുടെ ആ എഗ്രിമെന്റ് കാമുകൻ അഭിഷേക് എങ്ങനെയുണ്ട്? നൈസ് ഗൈ ആക്ച്വലി. ഹീസ് ടീച്ചിങ് മീ ദ ലെസൺസ് ഓഫ് ലവ്. ഇൻട്രസ്റ്റിംഗ്. ഈ പ്രേമത്തിന്റെ പാഠങ്ങളൊക്കെ പഠിപ്പിക്കാൻ പറ്റുമോ? അവയ്ക്ക് പറ്റും. നൈസ്. മനോ, നമ്മളിപ്പോൾ ഈ പാർക്കിലല്ല, ഒരു ബസ് സ്റ്റോപ്പിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. നല്ല മഴയുണ്ട്, നമ്മുടെ അതിൽ ആകെ ഒരു കുടയേ ഉള്ളൂ. ഞാൻ ആ കുട നിനക്ക് തരുന്നു, അപ്പം നീ എന്ത് ചെയ്യും? ഞാൻ ആ കൂടെ നിനക്കും കൂടെ ഷെയർ ചെയ്യും. നമ്മൾ രണ്ടുപേരും പകുതി നനയും. അതല്ലേ പ്രാക്ടിക്കൽ, പെർഫെക്റ്റ് അല്ലേ? അല്ല, ആക്ച്വലി അത് അങ്ങനെയല്ല. നീ ആ കുട മടക്കി വെക്കണം, എന്നിട്ട് നമ്മൾ ഒരുമിച്ച് മഴ നനയണം. പനി പിടിക്കുന്നു പേടിക്കാതെ നമ്മൾ ഒരുമിച്ച് ആ മഴയിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടല്ലോ, അതാണ് റൊമാൻസ്. അപ്പം നീ ഒരു നോവലിസ്റ്റ് ആവേണ്ടവനായിരുന്നു. നിനക്ക് എവിടെ നിന്ന് ഇത്ര ഭാവന കിട്ടുന്നത്? ആക്ച്വലി ഇത് വെറും ഭാവനയൊന്നും അല്ല കേട്ടോ, ഞാൻ കഥ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. ഇതൊക്കെ ഒരു കാലത്ത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. പിന്നെ എല്ലാ കാലത്തും ഉണ്ടാവില്ലല്ലോ. ഞാൻ പറഞ്ഞത് റോങ് ആയോ? ഏയ് ഇല്ലല്ല. എഗ്രിമെൻ്റ് പ്രകാരം ഞാൻ നിന്നെ പ്രേമിക്കാൻ പഠിപ്പിക്കണം, നിനക്ക് നോവൽ എഴുതണം, അത്രയല്ലേ ഉള്ളൂ. നമുക്കൊരു ചായ കുടിച്ച് വന്നാലോ? പയ്യെ വീശും കാറ്റിൽ കുഞ്ഞോളങ്ങൾ കൊഞ്ചും പോലെ കണ്ണെ കണ്ടാൽ നിന്നെ മിണ്ടിയിടുന്നേ നെഞ്ചം താരെ. മനസ്സുകളാൽ നാം പോകും ദൂരം ഇതുവരെയും ഞാൻ കാണാ ദൂരം. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നോവൽ എഴുതി കഴിഞ്ഞു. എൻ്റെ പബ്ലിഷർ എന്താ പറഞ്ഞെന്നറിയോ, ഇത്രയും ഫീലുള്ളൊന്നും ഞാൻ ഇതിന് മുന്നേ എഴുതിയിട്ടേ ഇല്ല. അടിപൊളി. താങ്ക്സ് അബി. ഇതിന് ഫുൾ ക്രെഡിറ്റ് നിനക്കാം. ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട, ബാനു എഴുതിയ കഥ, അതിൻ്റെ ക്രെഡിറ്റ് ബാനുവിന് തന്നെ ആയിരിക്കട്ടെ. ഞാൻ ചുമ്മാ പറഞ്ഞല്ല ബി. പബ്ലിഷർ പറഞ്ഞ ഒരു ഫീൽ ഉണ്ടല്ലോ, അതെനിക്ക് തന്നത് അബിയാ. അബിയില്ലായിരുന്നെങ്കിൽ ഈ നോവൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. താങ്ക്സ്. നല്ല കുറച്ച് ദിവസങ്ങളായി. നോവൽ എഴുതി തരുന്ന സ്ഥിതിക്ക് നമ്മൾ തമ്മിലുള്ള എഗ്രിമെൻറ്റും തീർന്നല്ലോ, അപ്പോൾ എൻ്റെ റോൾ ഇവിടെ തീർന്നു അല്ലേ? ഓ അത് ശരിയാണല്ലോ. സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് ഞാനത് ഓർത്തില്ല. സങ്കടമുണ്ടോ അബിക്ക്? ഏയ്, എഗ്രിമെൻ്റ് ആകുമ്പോൾ ഒരു ദിവസം തീരുമല്ലോ. അതെ, എന്നാലും എന്തോ പോലെ. അപ്പൊ എനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? മാറ്റമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ട ടൈമിലുള്ള ബാനുവിനേക്കാളും ഇപ്പോൾ ഉള്ള ബാനു കുറേ കൂടെ ലവബിളാണ്. ആണല്ലേ? എനിക്കും തോന്നി. പണ്ട് ഞാൻ കുറച്ചും കൂടെ ലോജിക്, സ്ട്രിക്ട് ടൈമിംഗ് ഒക്കെ നോക്കുന്ന ഒരാളായിരുന്നല്ലോ. ഇപ്പൊ കുറച്ചും കൂടെ ഫ്രീ ആയ പോലെ. നല്ലതല്ലേ അത്? യെസ്, എനിക്കും ഈ എന്നെയാണ് കൂടുതൽ ഇഷ്ടം. അബിക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് എഗ്രിമെന്റ് റിന്യൂ ചെയ്താലോ? ഇനിയും നോവൽ എഴുതാൻ പോവുകയാണോ? നോവലും കഥയൊന്നല്ല. എനിക്ക് എൻ്റെ നോവലിലെ നായികനെ പോലെ മഴ നനയണം. നേരം വെളുക്കുന്നത് വരെ വേറെന്താ പിന്നെന്താ എന്നൊക്കെ ചോദിച്ച് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കും. ഈ പൊരി വെയിലത്ത് നമ്മളെങ്ങനെ മഴ നനയാനാ? മഴയും വെയിലും ഒക്കെ നമ്മുടെ ഉള്ളിലല്ലേ.